ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നലെ നിഫ്റ്റി 26,011 ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ 26,000-ന് താഴെയായിരുന്നു. ഇന്ന് നിഫ്റ്റി അവസാന മണിക്കൂറിലെ ഒരു സ്പൈക്ക് കാരണം 26,000-ന് മുകളിൽ ക്ലോസ് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം നിഫ്റ്റി ഒരു ഇൻട്രാഡേ ഹൈയിൽ ഒരു 26,000-ന് മുകളിൽ പോയി, എന്നാൽ ക്ലോസിങ് 26,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് വളരെ പ്രസക്തമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നാളെ ഈവനിങ് US-ൽ നിന്ന് GDP ഡേറ്റ വരാനിരിക്കെ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. നിഫ്റ്റിയുടെ PE പ്രൈസ് ടു ഏർണിംഗ് 24 ആണെങ്കിൽ ഡോയുടെ PE, അതായത് US-ലെ ഇൻഡെക്സ് ആയിട്ടുള്ള ഡോ ജോൺസിൻ്റെ PE 34 ആണ്. 32-34 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ഇനിയും ഫർദർ ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു ട്രിഗർ ചെയ്യണം. US മാർക്കറ്റിൽ ഒരു 50 ബേസ് പോയിൻ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യാശയും അത് തന്നെ സംഭവിച്ചിട്ടുള്ളത് കാരണം US മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. ഇനി ഈ ഒരു വർഷം തന്നെ ഫർദറായിട്ട് ഇനിയും ഫർദറായിട്ടൊരു 50 ബേസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവുകയോ അതല്ലെങ്കിൽ സമാനമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുകയോ ചെയ്യുമ്പോഴാണ് US മാർക്കറ്റ് ഫർദറായിട്ടുള്ള റാലി രേഖപ്പെടുത്താം. അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു ഓവർ ബോട്ട് സോണിലായിട്ടുണ്ട്. 34 ആണ് US മാർക്കറ്റിൻ്റെ PE ഉയരുക എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ഓവർ ബോട്ടാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ പ്രത്യാശയുണ്ട്, അല്ലെങ്കിൽ ഓവർ ബോട്ട് എന്ന രീതിയിൽ തന്നെയാണ് ടെക്നിക്കലി ഇതിനെ റീഡ് ചെയ്യേണ്ടത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ഓപ്പണിംഗ് റേഞ്ച് കാണാം. അതിനുശേഷം 25,875 ഓപ്പണിംഗ് റേഞ്ചും ബ്രേക്ക് ചെയ്ത് 25,954 ബ്രേക്ക് ചെയ്ത് അവസാന സമയത്ത് വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയത് കാണാൻ സാധിക്കും. ഇനി നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും മെച്ചപ്പെട്ട ഒരു റാലി രേഖപ്പെടുത്തിയത് പവർ ഗ്രിഡ്, ആക്സിസ് ബാങ്ക്, HDBC, ഗ്രാസിൻ, ബജാജ് ഫിൻസർവ് 1.5 മുതൽ 4% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ IT കമ്പനീസ് എല്ലാം തന്നെ ഇന്ന് റെഡിലടച്ചു. L&T മൈൻട്രി 4% ഇടിവ്, ടെക്കം 2%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് 2%, ടാറ്റ മോട്ടോഴ്സ് 1.5%, ടൈറ്റാൻ 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആണ് വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഇന്ത്യ വിക്സ് ഇന്ന് 7.5% ഫോളായി 12.4. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ നിൽക്കുന്നത് ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ കാണാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 63,000, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $2,656 പെർ ഔൺസ്. ഓൾ ടൈം ഹൈ ആണ് ഇപ്പോൾ ഗോൾഡൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആയിട്ടുള്ള സമയമൊക്കെ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. ഈ പറയുന്ന ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,000 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ റിസർവ് ബാങ്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് എല്ലാം തന്നെ ഇഷ്യൂ ചെയ്തിരുന്നു. അടുപ്പിച്ചെല്ലാം തന്നെ ഇഷ്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും കാണുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം തന്നെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2,000 ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,632 പെർ ഔൺസ് ആണ്. നമ്മൾ ആരുടെ കയ്യിലാണ് ഗോൾഡ് വാങ്ങുന്നത്? റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നാണ് ഗോൾഡ് വാങ്ങുന്നത്. പെർ ഗ്രാമിന് 50 രൂപ കുറവിലും, കൂടാതെ തന്നെ ഈ ഒരു ഗോൾഡിന്മേൽ 2.5% ഇൻട്രസ്റ്റും, നമ്മൾ 5 വർഷം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 2.5% ഇൻട്രസ്റ്റും, കൂടാതെ തന്നെ ഈ ഗോൾഡിലുണ്ടാകുന്ന അപ്രീസിയേഷൻ്റെ പുറത്ത് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആളുകൾ ഈ ഒരു ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫിസിക്കലായിട്ട് ഗോൾഡ് വാങ്ങുകയും ആ ഗോൾഡിന്മേൽ GST കൊടുക്കുകയും ആ ഗോൾഡിന്മേൽ മേക്കിംഗ് ചാർജ് ആയിട്ടുള്ള 12% കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗോൾഡിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായാൽ പോലും ഫിസിക്കൽ ഗോൾഡിൽ ഇത്തരം ഈ ഒരു 12% മേക്കിംഗ് ചാർജ് ഓൾറെഡി തന്നെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രോണിക്കലി വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഫർദറായിട്ട് എപ്പോഴും പറഞ്ഞ് മടുപ്പിക്കുന്നില്ല, എങ്കിലും പുതിയതായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു പുതിയ അറിവുകൾ തന്നെയാണ്. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഓഫ്ലൈനായിട്ട്, അതായത് ഓഫ്ലൈൻ എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ഇരുന്ന് ഉള്ള പഠനമാണ് ഉണ്ട്, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് എപ്പോൾ ഓൺലൈൻ ജോയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷനാണോ അല്ലെങ്കിൽ ബേസിക് ആണോ, അത് തന്നെ ഓൺലൈനാണോ അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഓഫ്ലൈൻ ആണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ഇനി നമുക്ക് നേരെ സ്റ്റോക്കിൻ്റെ കുറച്ച് വാർത്തകളിലേക്ക് പോയാലോ. വാർത്തയിൽ ആദ്യമുള്ളത് IEX ആണ്. IEX ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. മാർക്കറ്റ്
ഈ ഒരു കപ്ലിംഗ് ഫിക്സ് ചെയ്യുന്ന ഒരു ന്യൂസ് കാരണം IEX കഴിഞ്ഞ ദിവസം 10% ഇടിവ്, ഇന്നും ഫർദറായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഈസി മൈ ട്രിപ്പ് പ്ലാനേഴ്സും സമാനമായ രീതിയിൽ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 8.5% സ്റ്റേക്ക് സെല്ല് ചെയ്യുന്ന ന്യൂസ് നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ നമ്മളിത് ചാനലിൽ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് 15%-ലേറെ ഇടിവ് രേഖപ്പെടുത്തി. ഡാബറും UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡാബറിനെ ഡൗൺഗ്രേഡ് ചെയ്തു. യൂനോ മിൻഡോ കമ്പനി ഹുണ്ടായി മൊബീസായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. MCX ഇവരുടെ ട്രാൻസാക്ഷൻ ചാർജ് ഉയർത്തി, കമ്പനി ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ മോർഗൻ സ്റ്റാൻലി ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മൻബ IPO കമ്പനി 210 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. 210 ടൈംസ് ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നല്ല IPOs എല്ലാം തന്നെ 210 മടങ്ങ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം മാത്രമാണ്, അല്ലാതെ വേറെ യാതൊരു ക്രൈറ്റീരിയ ഇല്ല. പവർ ഗ്രിഡ് നാഷണൽ ഇലക്ട്രിക്കൽ പ്ലാൻ കമ്പനി ഏകദേശം ഒരു 9.15 lakh crores ഒരു നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പവർ ഗ്രിഡ് ടോപ്പ് ഗെയിനറാണ്. ശ്രീറാം പ്രോപ്പർട്ടീസ് കമ്പനി ഇവരുടെ പുതിയ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. ചെന്നൈയിൽ സ്റ്റോക്ക് ഇന്ന് ഗെയിൻ ചെയ്തു. KRN ഹീറ്റ് കമ്പനി IPO 8 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഡെൽറ്റ കോർപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. ഡെൽറ്റ കോർപ്പിൻ്റെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ഡീമർജ് ചെയ്യുന്നു. ഇന്ന് സ്റ്റോക്ക് ഗെയിൻ രേഖപ്പെടുത്തി. ഇൻഫോസിസ് പോളിസ്റ്റാറായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. മഹേന്ദ്ര ഫിനാൻസ് കമ്പനി അർഗോ ക്യാപിറ്റലായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ജനറൽ ഇൻഷുറൻസ് ആയിട്ട് മെർജ് ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇമാജിക്ക വേൾഡ് കമ്പനി ഇവർ അമ്യൂസ്മെൻറ്റ് പാർക്ക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. MP-യിലും ഗുജറാത്തിലും പുതിയ പ്ലാന്റ് മീൻസ് പാർക്ക് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാൻ ഇൻഫ്ര കമ്പനി ഇവരുടെ പുതിയ ഒരു ബിൽഡിങ് 7 lakh square feet ഉള്ള പുതിയ ബിൽഡിങ് ഇവർ ഓൾറെഡി തന്നെ ടാർഗറ്റ് പ്രപ്പോസ്ഡ് ഡേറ്റിന് മുമ്പ് ഇവർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. IRCTC കമ്പനി ഇവർ ഇൻഡിഗോയായിട്ട് എയർവൈസ് ബിസിനസ് എല്ലാം തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. മാക്സ് എസ്റ്റേറ്റ് കമ്പനി ന്യൂയോർക്ക് ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇനി മറ്റുള്ള ന്യൂസുകൾ നമ്മളെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ 7 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു ഓൾ.